എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊക്കെ കാണിച്ച മഹാമണ്ടത്തരവാ. ആര് പറഞ്ഞു ഈ നറുക്കെടുപ്പ് നടത്താൻ? അതിനു മുമ്പേ എന്നോടൊരു വാക്ക് ചോദിച്ചോ. ദേ, നീ പോയി ആ റബ്ബർ തോട്ടം നോക്ക്. പാതിയും വെട്ടിക്കഴിഞ്ഞതാ. ഇനി അതിനകത്തുനിന്ന് എന്ത് ആദായം കിട്ടാനാ? അതിപ്പോ രണ്ടു കൂട്ടരും ഓരോന്നിനായി പിടിക്കുമ്പോ അമ്മാവാ, നമുക്ക് പിന്നെ വേറെ എന്തോ മാർഗമാ. അമ്മായി പോയി റബ്ബർ തോട്ടം എഴുതിയ തുണ്ടെടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? ചോ, അമ്മായിക്ക് ലക്കില്ല. സരോജ കുഞ്ഞമ്മയ്ക്ക് ശുക്രദശയായിരിക്കും, അതുകൊണ്ട് അവർക്ക് ബാങ്ക് കിട്ടിയത്. ഇപ്പൊ എനിക്കിരിക്കട്ടെ കുറ്റം. എല്ലാരും അവിടെ നോക്കിക്കൊണ്ട് നിന്നാണല്ലോ. പറയാത്തത് എന്താ നറുക്കെടുപ്പ് വേണ്ടാന്ന്? എനിക്ക് അന്നേരം മനസ്സിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു നറുക്കെടുക്കാൻ. പിന്നെ തമ്മിലൊരു കശപിശ ഉണ്ടായിട്ട് ഇനിയും ഭാഗം വയ്പ് നീണ്ടുപോകുമല്ലോ എന്ന് ആലോചിച്ച് ഞാനങ്ങ് സമ്മതിച്ചപ്പോ കുറ്റമായി. അത് അമ്മയുടെ കുറ്റം തന്നെയാ. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ കുറി തന്നെ പോയി എടുത്തിട്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പോയി നറുക്കെടുക്കുന്നതിന് മുമ്പ് ഈശ്വരനെ വിചാരിച്ചിട്ട് പോകണമെന്ന്. അതെങ്ങനാ ആക്രാന്തം കാണിച്ച് പോയി എടുത്തതാ? എടീ, പെണ്ണുങ്ങളായാലേ ഭർത്താക്കന്മാരെ അനുസരിക്കണം. എന്നോടൊരു വാക്ക് നീ ചോദിച്ചോ? ബാങ്കായിരുന്നു നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും സ്വർണ്ണപ്പണയമെന്ന് പറഞ്ഞാ തൊട്ടാ പൊന്ന. ആരെങ്കിലും സ്വർണ്ണപ്പണയത്തിന് കാശ് കൊടുത്ത് മുടിഞ്ഞിട്ടുണ്ടോ? ഒന്നിന് 100 വെച്ച ലാഭം. ആദ്യം കുറച്ച് സ്വർണ്ണപ്പണയം, പിന്നെ പതുക്കെ പതുക്കെ അതിനടുത്തൊരു ജുവല്ലറി തുടങ്ങാം. ഈ പണയം വെച്ചവരെ പലിശ മുടക്കിയ നമ്മുടെ കയ്യിലിരിക്കും സ്വർണം, അറിയാവോ? പവന് 3000 രൂപ ഉണ്ടായിരുന്നപ്പോൾ പണയം വെച്ച പലരും അത് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. ഇപ്പൊ സ്വർണത്തിന്റെ വില 11,000. ബാങ്കിന് കിട്ടുന്ന ലാഭം എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അമ്മാവാ, അതൊക്കെ അനുഭവ യോഗം പോലെ ഇരിക്കും. ഞാൻ പറയട്ടെ, ഈ റബ്ബർ തോട്ടം നമുക്കങ്ങ് വിൽക്കാം. എന്തായാലും മോശമില്ലാത്തൊരു തുക കിട്ടും. എന്നിട്ട് അത് എൻ്റെ കയ്യിലോട്ട് താ, ഞാൻ കാണിച്ചു തരാം പണം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഓ, നീ കുറെ കാണിക്കും. പെണ്ണിന് കൊടുത്ത സ്ത്രീധന കാശുകൊണ്ട് കാണിച്ചതൊക്കെ ഞങ്ങൾ കണ്ടതാ. ഇവളെ വഴിയിലിറങ്ങി തെണ്ടുന്നത് കാണേണ്ടി വരുമോന്നായിരുന്നു എന്റെ പേടി. എടി കോമളം, ഞാൻ നിന്നോടൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം. എന്റെ സ്വത്ത് കണ്ടോണ്ട് ആരും മനപ്പായസം കുടിക്കണ്ട. ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ദൈവം എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ തന്നു. ഇനി വേണം എനിക്കൊന്ന് ജീവിക്കാൻ. അതിൻ്റെ ഇടയിൽ നീയൊക്കെ ഇത് നശിപ്പിക്കാൻ ഓരോ തന്ത്രവും കൊണ്ട് വന്നാലുണ്ടല്ലോ, മോളാണോ മരുമോനാണോന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇറക്കി വിടും ഞാൻ. അമ്മ എന്താ ഒരുമാതിരി അന്യരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ഞാൻ അമ്മയുടെ ആരാ? എനിക്കറിഞ്ഞൂടാ, എനിക്കൊട്ട് അറിയേം വേണ്ട. അതെന്തൊരു വർത്തമാനമാണ് ഈ കോമള നിന്റെ അമ്മ ഈ പറയുന്നത്? നീ ആരാണെന്ന് അവർക്കറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ആർക്കാ അറിയാവുന്നേ? ദേ, വെറുതെ എന്നോട് അതും ഇതും പറയാൻ വന്നേക്കരുത്. എന്റെ തലയിൽ ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളാ ഉള്ളത്. നേരെ തോട്ടം വേണ്ടായിരുന്നു, ബാങ്കായിരുന്നു നല്ലത്. പക്ഷെ ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? അതാ ഇപ്പൊ എന്റെ ആലോചന. നമുക്ക് കേസ് കൊടുത്താലോ? പിന്നെ കേസ് കൊടുക്കുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ ഇപ്പൊ ഞഞ്ഞ പറയുന്ന എന്തിനാ? അല്ലേലോ അമ്മയ്ക്ക് ഭയങ്കര അഹങ്കാരമാ, അതാ ഇങ്ങനെയായി പോയത്. കോമളം, നീ തലമറന്ന് എണ്ണ തേക്കരുത്, പറഞ്ഞേക്കാം. ഇന്ന് ഞാൻ രണ്ടിനെ അടിച്ച് പുറത്താക്കിയാലുണ്ടല്ലോ, രണ്ടും കൂടി തെരുവി കിടന്ന് തെണ്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ചില മരങ്ങളിൽ നിന്ന് വല്ലതും കിട്ടുമായിരിക്കും. ബാക്കിയൊക്കെ പാഴാ. ഒക്കെ വെട്ടി റീപ്ലാന്റ് ചെയ്യണം. 4.5 × 95 + 25. ബാങ്കായിരുന്നു നല്ലത്, ബാങ്കായിരുന്നു നല്ലത്. നമുക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്ന കാര്യം ഒന്ന് ആലോചിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി, അവര് കുറെ സമ്മതിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊന്നും ആ നേരത്ത് വായി നാക്കില്ലായിരുന്നോ എന്നോടൊന്ന് പറയാൻ? നറുക്കെടുപ്പെന്ന് പറഞ്ഞപ്പോ എല്ലാരും സമ്മതിച്ചു. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ കുറ്റപ്പെടുത്തുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാലും ഇത് വലിയ ചതിയായിപ്പോയി. കാത്തിരുന്ന് ഭാഗം വെച്ച് അവസാനം കിട്ടിയപ്പോ നമ്മുടെ കഞ്ഞി പാറ്റ. എന്നിട്ട് നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയ വർത്താനം കേട്ടോ? ഒരു ദിവസം കൊണ്ട് അമ്മായിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം. എങ്ങനെ അവന്മാരുടെ കയ്യിൽ നിന്ന് ബാങ്ക് തട്ടിയെടുക്കാം, അതാ ഞാൻ ആലോചിക്കുന്നത്. അത് സാധ്യമല്ലെന്ന് വക്കീൽ തരകൻ സാർ മലയാള ഭാഷയിൽ തന്നെയല്ലേ പറഞ്ഞത്? അത് ശരിയാ. ആ തോട്ടം എങ്ങനെയെങ്കിലും നമ്മളെ കൈ കിട്ടാൻ എന്താ മാർഗം എന്ന് ആലോചിക്കും. വെറുതെ എൻ്റെ തലയിൽ കയറുന്നതിന് പകരം.
നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. എടാ പ്രസാദേ, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എടി സരോജ, നീ വെറുതെ മണ്ടത്തരം പറയല്ലേ. എടി റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ എത്രയാ? വസ്തുവിന്റെ വില എന്താ? ആ പന്ന റബ്ബറൊക്കെ അങ്ങ് സ്ലോട്ടറിന് കൊടുത്തിട്ട് കൊത്തിക്കിളച്ച് പ്ലോട്ടാക്കി വിറ്റുവോക്ക്. വേണ്ട, വല്ല വില്ലയോ ഫ്ലാറ്റോ പണിത് വിറ്റുവോക്ക്. 1.5 കോടി മതിപ്പ് വിലയുള്ള പ്ലോട്ടിൽ നിന്ന് സുഖമായിട്ട് 50 കോടി ഉണ്ടാക്കാം. എടി ബുദ്ധി വേണം, ബുദ്ധി. ഇതിപ്പം നിങ്ങൾ കുറച്ച് കാശുണ്ട്, കുറച്ച് സ്വർണം, എന്തോന്ന് പ്രയോജനം? വിൽക്കാൻ ചെന്ന് നോക്ക്. പണിക്കുറവും വിലക്കുറവും കഴിച്ച് ബാക്കി എന്തോന്നുണ്ടാവും. പിന്നെ ഈ ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും മണ്ടത്തരം. നമ്മളെടുത്ത് ഇങ്ങനെ ഓരോന്നിന് ചിലവാക്കിക്കൊണ്ടിരിക്കും. അവസാനം വായം പൊളിച്ച് മുകളിലോട്ട് നോക്കിയിരിക്കും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലേലും നിങ്ങൾ എന്തെങ്കിലും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ? പ്രസാദേ മോനെ, നിന്റെ അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? എന്റെ ഈശ്വര, ആ വല്യേട്ടൻ ദ്രോഹി ഒറ്റ ഒരുത്തനാ എന്റെ ജീവിതം നശിപ്പിച്ചേ. വയസ്സ് 18 പോലും തികയുന്നതിന് മുമ്പ് എന്നെ പിടിച്ച് ഒന്നിനും കൊള്ളാത്തോണ്ട് തലയിൽ കെട്ടിവെച്ചു. ആ തലയിൽ കെട്ടി വെച്ചു എന്ന് പറയാൻ നേരാ. നിന്നെ ഇറക്കി വിട്ടതോടെ കർണാര മുതലാളി രക്ഷപ്പെട്ട്. അതോടെ എന്റെ അതോതി തുടങ്ങി. നിന്നെ കെട്ടുന്ന കാലത്ത് 2 ഷാപ്പ് ഉണ്ടായിരുന്നവരടി ഞാൻ. മധുവിത് തീർന്നതിന് മുമ്പ് ഒരു ഷാപ്പ് അങ്ങ് പൂട്ടി. ഭാഗം വച്ചിട്ട് വീടും പോയി. ഇന്നിപ്പം വഴിയാധാരമായി. ഈ ദുർഗന്ധം പരത്തുന്ന വർത്താനം ഒന്ന് നിർത്തി രണ്ടുപേരും. എനിക്ക് മടുത്തു. എടാ പ്രസാദേ, നീ ഞാൻ പറഞ്ഞ കേക്ക്. അവരുടെ കയ്യിൽ നിന്ന് ആ തോട്ടം തട്ടിയെടുക്കാൻ എന്താ മാർഗം ഒന്ന് ആലോചിക്ക്. അത് കൈവിട്ടു പോരുത്. അതാണ് യഥാർത്ഥ സ്വത്ത്. എടാ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് ഇതങ്ങോട്ട് കൂടെ എന്നിട്ട് അതിങ്ങോട്ട് വാങ്ങരുത്. അതൊന്നും ഇനി എളുപ്പമല്ല. പറ്റിയത് പറ്റി. അന്നേരം അച്ഛൻ എന്തോ നോക്കിക്കൊണ്ടിരുന്നു? വാ തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? അന്നേരം എല്ലാവരും ബാങ്ക് തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കല്ലേ. തോട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്താത്ത അച്ഛൻ ഒരാൾക്ക് കിട്ടിയില്ല. കിട്ടൂല. എടാ മോനെ, അല്ലേലും ഈ മനുഷ്യൻ എന്തെങ്കിലും വേണ്ട സമയത്ത് ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? വായിൽ നോക്കി നിൽക്കും, അവസാനം കിടന്ന് കുരച്ച് ചാടും. എടി നീ എത്ര മേലെ പോയാലും താഴെ വന്നേ സമ്മാനമുള്ളൂ. അത് നീ മറക്കണ്ട. പിന്നെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ ഇത്രയും കാലത്തിനുള്ളില്. അങ്ങനെ പറയുന്ന കേട്ടോ. ഒരു നല്ല സാരി എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ദേ ഒരു ദിവസം ഒരു മാല വാങ്ങിച്ചു തന്നു. ഭർത്താവ് വാങ്ങി തന്നതാണെന്നും പറഞ്ഞ് ഗമയില് നമ്മുടെ ഗീതയില്ലേ, അവളെ കൂടെ കാണിച്ചു. അപ്പോഴാ അറിയുന്നത് 1 ഗ്രാം തങ്കത്തിന്റെ സ്വർണം വെറും പൂശ്. അതങ്ങനെ ഭർത്താവിന് 4 കാശ് വരുമാനമില്ലാത്ത ഭാര്യമാർക്ക് തെണ്ടി തിന്നാനല്ലേ വിധിയുള്ളൂ. എടി നിന്റെ മനസ്സ് ശരിയല്ല. അതുകൊണ്ടാണ് നിനക്ക് വേണ്ട നേരത്ത് വേണ്ടത് തോന്നാത്തത്. എടി ദൈവം നിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നീ എടുത്ത തുണ്ടിൽ റബ്ബർ തോട്ടമൊന്ന് കിട്ടിയേനെ. അത് കിട്ടിയില്ലല്ലോ. അത് പോട്ട്. എടാ പ്രസാദേ, എന്താ നിന്റെ അടുത്ത പ്ലാൻ? എൻ്റെ പ്ലാൻ ഞാൻ വഴിയെ അറിയിക്കാം. കുറച്ച് സ്വർണം ഡിസ്പോസ് ചെയ്താലോ എന്നാണ് എൻ്റെ ആലോചന. എനിക്ക് അബ്കാരി ബിസിനസ്സിലോട്ട് ഇറങ്ങിയാൽ എന്റെ പൊന്നുമോനെ, ഉള്ളതൊക്കെ കളഞ്ഞ ബിസിനസ്സാണ്. നമുക്കത് വേണ്ട. എടാ റിയൽ എസ്റ്റേറ്റ് ആണ് ഇപ്പം നല്ലത്. അല്ല, വിശാലാക്ഷി അമ്മ നാളെ തിരിച്ചു പോകണമെന്നല്ലേ പറഞ്ഞത്? ഒന്ന് ചെന്ന് കണ്ട് യാത്ര പറയേണ്ട മര്യാദ നമുക്കില്ലേ? പിന്നെ യാത്ര പറയുന്നു, ഒരു സെന്റ് ഓഫും കൂടെ കൊടുക്കാം. ഒന്ന് മിണ്ടായിരിക്കും മനുഷ്യ. ദേ നിങ്ങളോട് ആരും ഇവിടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അവര് പോവുകയോ വരികയോ എന്ത് വേണേലും ചെയ്യട്ടെ. സ്വത്ത് ഇത്ര ഉണ്ടായിട്ട് അവരാർക്കാ ഉള്ളതിൽ നല്ല പങ്ക് കൊടുത്തത്? വല്യേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് ആട്ടും തുപ്പും കൊള്ളാനും പണിയെടുക്കാനും നമ്മള്. അവസാനം സ്വത്ത് വീതം വെച്ചപ്പോ മണ്ണും ചാരി നിന്നവള് കൊണ്ടുപോയി. എന്നിട്ട് നമുക്ക് കിട്ടിയത് എന്തോന്നാ? ഒരു തല്ലിപ്പൊളി ബാങ്ക്. ബാങ്ക് എങ്കിൽ ബാങ്ക്. ഞാനിപ്പോൾ അത്രേ വിചാരിക്കുന്നുള്ളൂ. കോയമ്പത്തൂർ പോയി ആ കാലമാടൻ ബാലസുബ്രഹ്മണ്യത്തെ കണ്ടപ്പോൾ ഇതുപോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ തമിഴത്തി അങ്ങ് പോയാ മതിയെന്നാ എനിക്ക്. അല്ലെങ്കിൽ അവരെങ്ങാനും ഇങ്ങോട്ട് കയറി വന്ന് ഇതും കൂടി പിടിച്ചെടുക്കാനും മടിക്കില്ല. അവര് നാളെ പോവും. പോട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. സുശീല ചേച്ചി വിളിച്ച് ചോദിച്ചാ വരുമെന്നേ പറയൂ. പക്ഷെ എനിക്ക് കാണരുതാ തള്ളേ. എന്നാലും അവര് നമ്മളോട് ചെയ്ത ചതി ഓർക്കുമ്പോഴാ സഹിക്കുന്നില്ല. എന്ത് ചതിയാടി അവർ ചെയ്തത്? അവർക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ 4 എഴുതി നിനക്കും കൂടെ തന്നതോ? മിണ്ടിപ്പോവരുത്. പ്രസാദ ഇങ്ങനോട് മിണ്ടാതിരിക്കാൻ പറ. അച്ഛൻ എന്തിന്റെ സുഖേടാ? മിണ്ടാതെ പ്രസാദ് അമ്മ പറ. അല്ലെങ്കിൽ അമ്മ വേണ്ടാത്തരത്ത് അഭിപ്രായം പറഞ്ഞ എങ്ങനെ ഇരിക്കും? നീ വട മക്കളെ. വേണം, എനിക്കിത് വേണം. പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല സുശീലേ, പക്ഷെ പോകാതെ പറ്റുമോ? ഇപ്പൊ തന്നെ ദിവസം എത്രയായി? ഇനിയിപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ബാലു എന്തൊക്കെ പറയുന്നു എനിക്ക് ഒരു പിടിയില്ല. ചിലപ്പോ മുഖം വെറുപ്പിച്ച് മിണ്ടാതിരുന്നെന്നും വരും. എന്നെ വിഷമിപ്പിക്കാൻ പട്ടിണി കിടന്നെന്നും വരും. ഒരു വല്ലാത്ത സ്വഭാവമാവൻ്റെത്.
ചിലപ്പോ തോന്നും ഇപ്പോഴും പിള്ളേരുടെ സ്വഭാവം അവനെന്ന്. പക്ഷെ ചിലപ്പോ തോന്നും അവന്റെ അമ്മയുടെ രീതികളാ അവൻ്റെത്. ആ, എന്തായാലും ഇനി അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ ജോലികളെല്ലാം ഒതുങ്ങിയല്ലോ. എന്നാലും ചേട്ടത്തി പോയാ എനിക്കറിഞ്ഞൂടാ ഞാനിവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന്. കേസും വഴക്കും വാടക പിരിക്കലും ഇത്രയും വലിയ വീടും പറമ്പും നോക്കി നടത്തലും എനിക്ക് വയ്യാഞ്ഞിട്ടാ ചേട്ടത്തി. പോടിയിടുന്ന്. നീ ഒരു പ്രായമായ പെണ്ണിന്റെ അമ്മയല്ലേ, നിനക്ക് ഉത്തരവാദിത്വമല്ലേ? അല്ലേ തന്നെ നീ ഈ വീട്ടിലെ മൂത്ത പെണ്ണ. നീ വേണം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ, പ്രത്യേകിച്ചും സുകുമാരന് വയ്യാത്ത സാഹചര്യത്തിൽ. സുശീലേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. നീ ഇവിടെ ഉള്ളതാ എൻ്റെ ബലവും ആശ്വാസവും. ഒരുപാട് ജോലികളുണ്ട് നിനക്ക്. ആ നേരത്ത് നീ തളരരുത്. ഓരോന്നായി കടമകൾ ചെയ്തു തീർക്കണം. ചേട്ടത്തി നീ തോൽപ്പിച്ചു കളയരുത്. ഇതൊക്കെ എനിക്കെന്തിനാ ചേട്ടത്തി തന്നത്? എനിക്കിതൊന്നും ആഗ്രഹിക്കാൻ പോലും അർഹതയില്ല. സുഭദ്രേ, നിന്റെ അമ്മ ഇങ്ങനെ പിള്ളേരെ പോലെ തുടങ്ങിയ എന്ത് വേണം ഞാൻ? സുശീലേ, ഞാൻ പറയുന്നത് നീ കേക്ക്. സ്വത്ത് നിന്റെ പേരിലാക്കുന്ന കടലാസുകൾ വക്കീൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അത് കിട്ടിയാൽ നീ ടൗണിലെ കടക്കാരെ പോയി കാണണം. വാടക ചീട്ട് മാറ്റി എഴുതുന്ന കാര്യം വക്കീൽ ചെയ്തു തരും. നീ പക്ഷേ അവരെ പോയി പരിചയപ്പെടണം. അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കണം. ഓരോ മാസവും കിട്ടുന്ന വാടകയിൽ നിന്ന് വേണം ബാക്കി ചെലവുകൾ നടത്താൻ. ചെലവ് എന്ന് പറയുമ്പം ഭൂമിയുള്ളത് വെറുതെ ഇടരുത്. കൃഷി ചെയ്യണം. മണ്ണ് നശിക്കാതെ നോക്കേണ്ടത് ആ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ ജോലിയാണ്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പുരയിടത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഒരാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നില്ലേലും നിങ്ങൾ നിഷ്ഠാനം ഊണ് കഴിക്കണം. അതിനുള്ളതൊക്കെ കൊത്തിക്കളച്ച് വെച്ച് പിടിപ്പിക്കണം. അതൊന്നും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ ചേട്ടത്തി. അമ്മ ഇങ്ങനെ പറയൂ അമ്മായി, വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെലവ് കണക്കാക്കി ഒരു തുക ബാക്കി വെക്കണം. അത് വെച്ച് എന്തെങ്കിലും ഒരു സമ്പാദ്യം നീ ഉണ്ടാക്കണം. പിന്നെ സുകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അവന് അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു പാവം പെണ്ണിന് അവന്റെ ജീവിതം തുണയാവണമെങ്കിൽ ആവട്ടെ. അവനും അതൊരു സഹായാവില്ലേ? എന്താ? അവൻ അങ്ങനെ പറഞ്ഞാലും നമ്മൾ അന്വേഷിക്കണം. അതിനു മുമ്പ് സുഭദ്രയുടെ കല്യാണം നടത്തണം. അവക്ക് വേണമെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ചേട്ടത്തി അവിടെയാണെന്നേ ഉള്ളൂ, മനസ്സ് ഇവിടെ ആയിരിക്കും. അത് ഓർമ്മ വേണം. ഈ ജീവിതത്തിൽ എനിക്ക് എൻ്റേതായ ബന്ധുക്കളെ കിട്ടുന്നത് ഇവിടുന്നാ. ഇട്ടിട്ട് പോവാൻ സന്തോഷം ഉണ്ടായിട്ടല്ല, പക്ഷേ പോകാതെ പറ്റൂലല്ലോ. നീ വേണം നിന്റെ അമ്മയ്ക്ക് ശക്തി കൊടുക്കാൻ. എനിക്ക് നിന്നെ വലിയ വിശ്വാസമാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വരുന്നത്. ഒന്നുമില്ലായിരുന്നു മോളെ അന്ന് മുമ്പിൽ. മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്നാലും ഒരു ധൈര്യം ഉണ്ടായിരുന്നു, വാശിയുണ്ടായിരുന്നു. ഞാൻ പരാജയപ്പെടില്ല എന്ന്, പിടിച്ചു നിൽക്കുമെന്ന്, എല്ലാം ജയിച്ചു പിടിക്കുമെന്ന്. എനിക്കിപ്പോൾ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അന്നത്തെ എൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ട ഓർമ്മയാണ് വരുന്നത്. നിനക്ക് നല്ല ആത്മധൈര്യമുണ്ട്. എന്നെപ്പോലെ നല്ലൊരു ബിസിനസ്സുകാരിയാവാൻ നിനക്ക് പറ്റും. നീ നന്നായിട്ട് പഠിക്കണം മോളെ. അമ്മായിയെ പോലെ അമ്മായി മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും അങ്ങനെ അവൻ ഒരിക്കലും പറ്റില്ല. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. ആ പരമേശ്വരൻ ഇനിയും ചിലപ്പം പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്റെ അമ്മ ചിലപ്പോൾ പേടിച്ചു പോകും. നീ പേടിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മായി അറിയിക്കണം. അമ്മായി പറന്നെത്തും, ഉറപ്പ്. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ സുമാര. ഇനി വരുമ്പോ നിന്റെ ജീവിതത്തിന് ഒരു ഉറപ്പ് വേണം. സുശീലയ്ക്കും സുഭദ്രയ്ക്കും നീ മാത്രമേ ഉള്ളൂ, അത് നീ മറക്കരുത്. പിന്നെ
നീ ഇങ്ങനെ ഈ വീട്ടിൽ ഒരു ഫർണിച്ചർ പോലെ ജീവിച്ചാ പോരാ. പുറത്തേക്ക് ഇറങ്ങണം, ജനങ്ങളുമായി ഇടപഴകണം. എന്താ വയ്യാത്ത? നിനക്ക് എന്തിന്റെ കുറവാടാ? നിനക്ക് ഒരു കുഴപ്പമില്ല. ഈ വീട്ടിൽ വന്നു കയറിയ ദിവസം ഞാനത് മനസ്സിലാക്കിയതാ. സുകുമാര, അന്ന് ഞങ്ങളിവിടെ വന്ന് കയറിയപ്പോ ഇവിടെ ഒരു നിൽക്കക്കള്ളി തന്നത് നീയാ. നിന്റെ മനസ്സിന്റെ നന്മ അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് നീ ആ കുടം എന്റെ മുരുകന്റെ തലയിൽ വെച്ചു കൊടുത്തോണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പോഴേ ഞങ്ങളെ പടിക്ക് പുറത്താക്കിയേനെ. എല്ലാത്തിനും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ചേട്ടത്തി ഇതുവരെ നിന്നോട് നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നന്ദിയില്ലാത്തോണ്ടല്ല, അത് പറയാൻ വാക്കുകളില്ലാത്തോണ്ടാ. മോനെ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അന്നത്തെ നിന്റെ ഒരു ശൗര്യവും ധൈര്യവും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബന്ധുക്കളുടെ മുമ്പേ തലയും കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ ഒത്ത ഒരു പുരുഷനാ. നാവില്ലെങ്കിലും നിനക്ക് ശബ്ദത്തിന് കുറവില്ല, ബുദ്ധിക്ക് തളർച്ചയില്ല. ഓരോന്നായി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അങ്ങനെ മനുഷ്യർക്ക് ശക്തി കൂടും. നിനക്കൊരു കുടുംബം വേണം. അപ്പോഴേ നീ ഒരു പൂർണ്ണ മനുഷ്യനാവും. മക്കളെ, നമുക്ക് എത്രയും വേഗം പോണം. നീ പെട്ടിയും ബാഗും ഒക്കെ അടുക്കി വെക്കണം. ഇനിയും താമസിച്ചാൽ ബാലുവിന്റെ സ്വഭാവം നിനക്കറിയാലോ. അല്ല, അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു വലിയ കമ്പനിയിലെ MD എന്ന ഉത്തരവാദിത്വം മറന്ന ഞാൻ ഇവിടെ നിന്നത്. അവിടെ ആ സമയത്ത് എല്ലാം അവതാളത്തിലായിരുന്നു, വീടും കമ്പനിയും എല്ലാം. നിനക്കറിഞ്ഞൂടെ, അമ്മ കള്ളിയെ പോലെ രാത്രികളിൽ പോയി ഫയൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അന്നത് രസമായിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ പേരിൽ ബാലുവാണ് ബുദ്ധിമുട്ടിയത്. എന്നാലും എനിക്ക് പോകാൻ തോന്നുന്നില്ല. പോകാതിരിക്കാൻ നിവൃത്തിയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടത്തി ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി.